വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ജെറമിയ 45 അധ്യായം വളരെ ചെറുതാണ്. ബാറൂക്കിനോടുള്ള ദൈവത്തിൻ്റെ സന്ദേശം ഇതിൽ ഉൾക്കൊള്ളുന്നു. ജെറമിയ 46 അധ്യായം മിസ്രയീമിനെതിരായ ദൈവത്തിൻ്റെ വിധിയും ആശ്വാസത്തിൻ്റെ വാഗ്ദാനവും വിവരിക്കുന്നു. എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ദൂരദേശങ്ങളിൽ നിന്ന് രക്ഷിക്കും. ജെറമിയ 46 അധ്യായം 27 തിരുവചനം. 47 അധ്യായം ഫിലിസ്ത്യർക്കെതിരായ ദൈവത്തിൻ്റെ വിധി സംബന്ധിച്ചാണ് വിവരിക്കുന്നത്. 48 അധ്യായത്തിൽ മോവാബിനെതിരായ ദൈവത്തിൻ്റെ വിധിയാണ് വിവരിക്കുന്നത്. നിന്റെ കോട്ടകളിലും നിന്റെ ധനത്തിലും നീ ആശ്രയിച്ചു, അതുകൊണ്ട് നീ പിടിക്കപ്പെടും. ജെറമിയ 48 അധ്യായം 7 തിരുവചനം. 49 അധ്യായം അമ്മോൻ, ഏദോം, ദമാസ്കസ്, കേദാർ, ഹാസോർ, ഏലാം എന്നീ ജാതികൾക്കെതിരായ ദൈവത്തിൻ്റെ വിധികളെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. 50 അധ്യായം ബാബിലോണിനെതിരായ ദൈവത്തിൻ്റെ വിധിയും ഇസ്രായേലിൻ്റെ മോചനവും സംബന്ധിച്ച വിവരണമാണ്. അവരുടെ വീണ്ടെടുപ്പുകാരൻ ശക്തനാണ്, അവൻ അവരെ രക്ഷിക്കും. ജെറമിയ 50 അധ്യായം 34 തിരുവചനം. 51 അധ്യായം ബാബിലോണിന്റെ അന്തിമനാശവും ദൈവത്തിന്റെ നീതിയും സംബന്ധിച്ചിരിക്കുന്നു. ജെറമിയ അവസാനത്തെ അധ്യായമായ 52 ജെറുസലേമിന്റെ വീഴ്ചയുടെ ചരിത്രവും സിദെക്കീയാവിന്റെ വിധിയും വിശദമായി വിവരിക്കുന്നു. ജെറമിയയുടെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.